ദൈവത്തിൻ്റെ ഏത് പരിശുദ്ധമായ നാമോട്ടം ഉണ്ടാകട്ടെ. എന്ന പ്രഭാത ദൈവജനവുമായി സംസാരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ. ദൈവത്തിൻ്റെ വചനം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 76-77 വാക്യങ്ങൾ. നീയോ പൈതലെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആദരകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കുവാനുമായി നീ അവന് മുൻപായി നടക്കും. സക്രിയാവ് തൻ്റെ മകനെക്കുറിച്ച് പറയുന്ന ചില വാക്കുകളാണ് നമ്മളിവിടെ ധ്യാനചിന്തയിൽ വായിച്ചത്. സക്രിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തൻ്റെ തലമുറയെക്കുറിച്ച് പറയുന്ന വാക്ക്, നീയോ പൈതലെ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇന്ന് പകൽക്കാലം ഈ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ ഏറ്റവും അധികം എനിക്ക് പ്രേരണ തന്ന വാക്ക് ഇതാണ്. തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ഒരു പിതാവ് തൻ്റെ മകൻ ആരായി തീരും എന്ന് അറിഞ്ഞ് ആ കുഞ്ഞിനെ വളർത്തുവാൻ ഒരു പിതാവ്, ഒരു മാതാവിന് ഇടയായാൽ അത് ഏറ്റവും ശ്രേഷ്ഠം. ഇന്ന് പകൽക്കാലം ദൈവഭക്തന്മാരുടെ വീട്ടിൽ വളരുന്ന, അല്ലെങ്കിൽ ദൈവഭക്തന്മാരുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വാഗ്ദത്ത സന്തതികൾ തന്നെ. എന്തുകൊണ്ടാണ് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്? അവർ ദൈവത്തിന് പ്രത്യേക ജനമാണ്. 2, അവരുടെ ദൈവം വൻ പദ്ധതികളെ ചെയ്യുന്നു എന്ന് നാം അറിയണം. അപ്പോസ്തലൻ പൗലോസ് തന്നെക്കുറിച്ച്, തൻ്റെ ശുശ്രൂഷാകാല കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കണ്ടിരുന്നു എന്ന് പൗലോസ് പറയുന്ന ചില വാക്കുകളുണ്ട്. അപ്പോൾ പൗലോസിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ദൈവം അത് മുന്നമേ ആ കുഞ്ഞിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ. ശിംശോൻ ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ തന്നെ ആ മാതാവും പിതാവും അറിഞ്ഞിരുന്നു ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ള ഒരു വിശുദ്ധ പ്രജയാണ് തങ്ങളുടെ വീട്ടിൽ ജനിക്കുന്നത് എന്ന് അറിഞ്ഞ് അവനെ അത് അറിഞ്ഞാണ് അവർ വളർത്തുന്നത്. ശിംശോനെ കാണുമ്പോഴൊക്കെ അപ്പനും അമ്മയ്ക്കും അറിയാം, ഇവൻ കേവലം ഒരു പൈതലല്ല, ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെടുക്കുവാൻ ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു തലമുറയാണ് എന്ന് അറിഞ്ഞാണ് അവനവിടെ വളരപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിൽ ജനിക്കപ്പെടുന്ന ഓരോ തലമുറയും ദൈവം പ്രത്യേക പദ്ധതിക്കായി തന്നിരിക്കുന്ന തലമുറ എന്ന് ആദ്യമായി നാം തിരിച്ചറിയണം. രണ്ടാമതായി നാം അറിയേണ്ട ഒരു മേഖല എന്നുള്ളത്, സ്തോത്രം, തലമുറയെ നമ്മൾ കാണുമ്പോഴൊക്കെ ആ പദ്ധതിക്ക് വേണ്ടി ഞാൻ അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ് എന്നൊരു ചിന്ത നമ്മൾ എപ്പോഴും ഭരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 തരത്തിലുള്ള വളർച്ച, സ്തോത്രം, ഒരു കുഞ്ഞിന് ഉണ്ട്. അത് നാം അറിയണം. 1, ശാരീരികമായ വളർച്ച. സ്തോത്രം. ശാരീരികമായ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ഒരു തലമുറയ്ക്ക് നാം ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ. 2, മാനസിക വളർച്ച. അത് ബൗദ്ധികമായ മേഖല, വിദ്യാഭ്യാസത്തിൽ, സ്തോത്രം, അങ്ങനെ ഹല്ലേലൂയ, അവരുടെ മാനസികമായ വളർച്ച, സ്തോത്രം. സാമൂഹികമായ വളർച്ച,
നമ്മുടെ കുഞ്ഞ് ഒരു സമൂഹത്തിലാണ് വളർന്നു വരുന്നത്. ആ സമൂഹവുമായി ഹല്ലേലൂയ അത് മനസ്സിലാക്കി ആ സമൂഹത്തിൽ ഒരു സാമൂഹിക ജീവിയാണ് ഈ കുഞ്ഞെന്ന് ആ കുഞ്ഞിന് അറിവുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ വളർച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിലൊക്കെ ഉപരിയായി ആ കുഞ്ഞ് ഹല്ലേലൂയ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു അനുഗ്രഹീയ തലമുറയാകുന്ന ഒരാത്മീയ വളർച്ച. ഇതെല്ലാം കൂടിച്ചേരുന്ന ഒരു വളർച്ചയാണ് ഒരു തലമുറയ്ക്ക് ഉണ്ടാകേണ്ടത്. ശാരീരികമായ വളർച്ച വേണം, അതിൽ ബൗദ്ധികമായ അല്ലെങ്കിൽ മാനസികമായ വളർച്ച, പ്രൈസ് ദി ലോർഡ്, അതുപോലെ സാമൂഹിക വളർച്ച, അതുപോലെ സ്തോത്രം ഹല്ലേലൂയ ആത്മീയ വളർച്ച. 1 ശമൂവേൽ 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയാഗം കഴിക്കുവാൻ വരുമ്പോൾ അവന് കൊണ്ടുകൊടുക്കും. നോക്കാം, എല്ലാ വർഷവും അമ്മ ഈ ശമൂവേൽ ബാലന് ഒരു ഉടുപ്പ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും. ആ ഉടുപ്പ് അവന് ചേരുന്ന ഉടുപ്പ എന്ന് വെച്ചാൽ, നോക്ക്, അവൻ്റെ ശരീരം വളരുന്നത് അമ്മ വീട്ടിലിരുന്നു കൊണ്ട് കാണുന്നു എന്ന് മനസ്സിലാക്കണം. 21-ാമത്തെ വാക്യത്തിൽ കാണുന്ന ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. നോക്ക്, അവൻ്റെ ആത്മീയ വളർച്ച. സ്തോത്രം. അവിടെ എലിപുരോഹിതന് മക്കളുണ്ട്, പക്ഷെ അവർ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ ഭക്തിയിൽ വളരാതെ ഹല്ലേലൂയ പോകുമ്പോൾ ശമൂവേൽ ബാലൻ യഹോവ ഭക്തിയുള്ളവനായി ദൈവസന്നിധിയിൽ വളർന്നു വരുന്നു. അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുന്നു. നോക്കണം, ഇവിടെ നോക്ക്, സ്തോത്രം. അവൻ്റെ ശാരീരിക വളർച്ച, മാനസിക വളർച്ച, സാമൂഹിക വളർച്ച, ആത്മീയ വളർച്ച, ഇതെല്ലാം ഈ വാക്കുകളിലൂടെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിലും നമ്മുടെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. നോക്കണം, ശമൂവേൽ സ്തോത്രം, ശമൂവേലിന്റെ ശാരീരിക വളർച്ച ഹന്ന അറിഞ്ഞു എന്നത് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ മോശയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചോളം സ്തോത്രം, മോശയെ ജനിക്കുമ്പോൾ തന്നെ അസാധാരണമായ സൗന്ദര്യമുള്ളവനായി അവനെ കണ്ടുവെന്ന്, അസാധാരണമായ സൗന്ദര്യമുള്ളവനായി കണ്ട് ആ മാതാപിതാക്കൾ അവനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. അപ്പൊ നോക്ക്, ഒരു തലമുറയുടെ ഹല്ലേലൂയ സ്തോത്രം കുറിച്ച് ആ സാധാരണമായ ആ കുഞ്ഞിന്റെ മുഖത്ത് വിളങ്ങുന്ന ചിലത് കാണുവാൻ, ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാൻ ആ മാതാപിതാക്കളുടെ ആ കാഴ്ചപ്പാട് നമ്മളിവിടെ കാണേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രയോ കുഞ്ഞുങ്ങളെ അല്ലെ സ്വന്തം മാതാപിതാക്കൾ നൈൽ നദിയിലേക്ക് എറിഞ്ഞപ്പോൾ മോശയുടെ മാതാപിതാക്കൾ എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ച് ആ കുഞ്ഞിനെ ഹല്ലേലൂയ സ്തോത്രം ഒളിപ്പിക്കുന്നത് നമ്മൾ കാണുവാനിടയായി തീരും. ഇവിടെ സ്തോത്രം ഞാനിവിടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതാ സഖറിയ പുരോഹിതൻ തൻ്റെ തലമുറ ദൈവത്തിന് വഴിയൊരുക്കുന്ന ഒരു തലമുറ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വഴിയൊരുക്കുന്ന ഒരു തലമുറ, ദൈവത്തിൻ്റെ പ്രവാചകൻ. ഈ കാഴ്ചപ്പാട് സഖറിയ പുരോഹിതനുണ്ടായിരുന്നു. സ്തോത്രം. ഹന്നയെക്കുറിച്ച് നമ്മൾ വായിച്ചത് അവളുടെ ശാരീരിക വളർച്ച മാത്രമല്ല, ആ കാലഘട്ടത്തിൽ തൻ്റെ തലമുറ ദൈവഭക്തനായി വളരണമെന്ന് ആഗ്രഹിച്ച അവളുടെ ആഗ്രഹം, അവളുടെ കാഴ്ചപ്പാട് നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. മോശയുടെ മാതാപിതാക്കൾ ആ തങ്ങൾക്ക് ജനിച്ച ആ തലമുറയെക്കുറിച്ച് അതിനെ നൈൽ നദിയിൽ എറിയയില്ലെന്നുള്ള കാഴ്ചപ്പാട് പിൽക്കാലങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ മുഴുവനും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അനുഗ്രഹീത ഒരു തലമുറ ഹല്ലേലൂയ വളർന്നു വന്നത്, ഉയർന്നു വന്നത് അവരുടെ കാഴ്ചപ്പാട് നിമിത്തമാണ് എന്നതും നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഞാൻ നിർത്തട്ടെ ദൈവമക്കളെ. ദൈവം നമുക്ക് തലമുറയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അവരെ വളർത്തുമ്പോൾ ആ കാഴ്ചപ്പാട് അനുസരിച്ച് വളർത്തണം. അതിനുവേണ്ട സ്തോത്രം ഹല്ലേലൂയ ഗൈഡൻസിൽ അവരെ വളർത്തണം. ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കാഴ്ചപ്പാടിൽ എത്തുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഒരുക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെ കാണുമ്പോഴൊക്കെയും ആ കാഴ്ചപ്പാട് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തുന്നു ദൈവമക്കളെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ ജനിക്കപ്പെട്ട തലമുറകളൊക്കെ ശ്രേഷ്ഠത തലമുറകളാണ്. അങ്ങ് അവർക്ക് വേണ്ടി വലിയ വാഗ്ദത്തങ്ങളും വചനങ്ങളും വാക്കുകളും പറഞ്ഞു വച്ചിരിക്കുക. ആ പദവിയിൽ അവരെത്തണം. അതേ കാഴ്ചപ്പാട് മാതാപിതാക്കൾക്ക് കൈമാറി കർത്താവേ
അവരെക്കുറിച്ച് ബോധമുള്ളവരാക്കി തീർത്ത് ആ നിലവാരത്തിലെ തലമുറയെ അവിടെ എത്തിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാൻ മാതാപിതാക്കളെ ഹല്ലേലൂയ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സക്കരിയാവ് തൻ്റെ തലമുറയെക്കുറിച്ച് അത്യുന്നതൻ്റെ പ്രവാചകനെന്നും ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വഴിയൊരുക്കുന്നവനെന്നും പറഞ്ഞ പോലെ ഞങ്ങളുടെ തലമുറകൾ ദൈവത്തിന് വഴിയൊരുക്കുന്നവരും പ്രവാചകന്മാരും ദൈവീയ ഹല്ലേലൂയ ഹല്ലേലൂയ നിലവാരത്തിൽ ഉന്നതന്മാരും ഒക്കെ ആയിത്തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹന്ന തൻ്റെ തലമുറയെക്കുറിച്ച് കണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അവൾ ആ മേഖലയിൽ ആ തലമുറയെ ഹല്ലേലൂയ ദൈവത്തിന് കൊടുക്കുമ്പോൾ സ്തോത്രം ഒരു ഹല്ലേലൂയ ഒരു സമൂഹത്തിന് ഹല്ലേലൂയ നശിച്ചു പോകേണ്ട ഒരു സമൂഹത്തെ ദൈവത്തിന് വേണ്ടി തിരിച്ചു കൊണ്ടുവരുന്ന അനുഗ്രഹിക്കുന്ന ഒരു പ്രവാചകനെ കൊടുക്കുവാൻ അവൾക്ക് കഴിഞ്ഞതുപോലെ ആ കാഴ്ചപ്പാട്, അവളുടെ ആ കാഴ്ചപ്പാട്, എനിക്കൊരു തലമുറയെ കിട്ടിയാൽ ഞാൻ ദൈവത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞവരുടെ കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ശക്തനായ ഒരു പ്രവാചകനായി ന്യായാധിപനായി ഓ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്തോത്രം 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 ഒരു പുരോഹിതനെയൊക്കെ വാർത്തെടുക്കുവാൻ ഹന്നയുടെ കാഴ്ചപ്പാടിന് കഴിഞ്ഞു. മോശയുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരു ശക്തനായ ഒരു നേതാവിനെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞത്. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി ഞങ്ങൾ നിൽക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവ് വചനങ്ങൾ ആ മേഖലകളിൽ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെടുന്ന